കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കൃപയാൽ വീണ്ടും JCNDSD അഥവാ യേശുക്രിസ്തുവിൻ്റെ പുതിയ നിയമരക്ഷയുടെ ഉപദേശമെന്ന പ്രസംഗ പരമ്പരയിൽ കടന്നു വരുവാൻ കൃപാലുവായ ദൈവം ഈ നല്ല അവസരത്തെ പ്രദാനം ചെയ്തതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വാട്സാപ്പിലും യൂട്യൂബിലും ഫേസ്ബുക്കിലുമായി ഞങ്ങളെ ശ്രദ്ധിക്കുകയും ശ്രവിക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. അവസരം നൽകിയ അഡ്മിന്മാർക്കും ദൈവത്തിൻ്റെ നാമത്തിൽ നന്ദിയെ പ്രകാശിപ്പിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ സുവിശേഷമെന്ന പരമ്പരയിൽ നാം ഒരുമിച്ച് ചിന്തിച്ച് വരികയാണല്ലോ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പുത്രത്വം എന്നുള്ളതായിരിക്കുന്ന വിഷയത്തെ ആധാരമാക്കി നാം ചിന്തിക്കുകയുണ്ടായി. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവേറ്റവും ആസന്നമായിരിക്കുന്ന ഈ കാലയളവിൽ 10 കന്യകമാരുടെ ഉപമയിലൂടെ നമ്മളെ ഓർമ്മിപ്പിച്ചു. സ്വഭാവമുള്ള ആരാധനകൾ ഉണ്ടെന്ന് വരികിലും ദൈവത്തെക്കുറിച്ചുള്ള എരിവുണ്ടെന്ന് വരികിലും സ്തോത്രം തക്ക സമയത്ത് കൈവിട്ട് പോകപ്പെടരുത് എന്ന് അതിലൂടെ നമ്മളെ ഓർമ്മിപ്പിച്ചു. അതുകൊണ്ട് സത്യവചനത്തെ യഥാർത്ഥമായി അറിഞ്ഞ് നിത്യജീവൻ പ്രാപിപ്പാൻ ഈ വചനങ്ങൾ നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നാം ചിന്തിക്കുന്നത് യേശുവെന്ന പേർ എന്നുള്ളതാണ്. മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 21, 22, 23 വാക്യങ്ങളെ ആധാരമാക്കി ചിന്തിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഇങ്ങനെ വായിക്കുന്നു: അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം എന്ന് പറഞ്ഞു. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവൽ എന്ന് പേർ വിളിക്കും എന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവർത്തിയാകുവാൻ ഇതൊക്കെയും സംഭവിച്ചു. നാം ഇന്ന് ചിന്തിക്കുന്നത് യേശു എന്ന പേർ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ യേശു എന്ന പേരിൻ്റെ അർത്ഥം തന്നെ പാപവിമോചകൻ എന്നാകുന്നു. പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുന്ന ദൈവമെന്നാണ് അതിൻ്റെ അർത്ഥം. ആ 3 വാക്യങ്ങളിൽ പറഞ്ഞു: പ്രവാചകന്മാർ മുഖാന്തരം കർത്താവ് അരുളി ചെയ്തത്. സ്തോത്രം. എന്താണ്? ദൈവം നമ്മോടുകൂടെ എന്ന് അർത്ഥമുള്ള ഇമ്മാനുവൽ. അവൻ ജനത്തെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് അവൻ യേശുവെന്ന് പേർ വിളിക്കണം, അല്ലെങ്കിൽ പേർ ഇടയണം. ഇപ്പം യേശു എന്ന പേരിൻ്റെ അർത്ഥം പാപവിമോചകൻ എന്നാണ്, അല്ലെങ്കിൽ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നവൻ എന്നാണ്. എബ്രയ ഭാഷയിലെ യേശുവ അല്ലെങ്കിൽ യോശുവ എന്ന പദമാണ് യേശുവെന്ന് പറയുന്നത്. യേശു എന്നാൽ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നവൻ എന്നാണ്. അപ്പോൾ പഴയ നിയമത്തിൽ പ്രവാചകന്മാരിലൂടെ കർത്താവായ ദൈവം അരുളി ചെയ്തതായ പ്രവചനങ്ങളുടെ നിവർത്തിയാകുന്നു ഇത്. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രകാരം സ്തോത്രം ആ
പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുന്ന യേശു സാക്ഷാൽ ദൈവം നമ്മോട് കൂടെ എന്ന് അർത്ഥമുള്ള ഇമ്മാനുവൽ ആവുന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവൻ സത്യ ദൈവവും നിത്യജീവനുമായ കർത്താവാണ്. അതുകൊണ്ട് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 15 വായിക്കുമ്പോൾ സ്ത്രീയുടെ സന്തതിയായി കന്യകയിൽ കൂടെ ജനിക്കപ്പെടുന്ന സ്തോത്രം പാപത്തിൻ്റെ വിമോചകനായ യേശു ക്രിസ്തു മഹാദൈവവും രക്ഷിതാവുമാണ് എന്നുള്ളതാണ്. അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു എന്നുള്ളതാണ്. അവൻ ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവൽ, സാക്ഷാൽ ദൈവം. അതാണ് എബ്രായ ലേഖനം 2:14 വായിക്കുന്നത്. മക്കൾ ജഡരക്തങ്ങളോടുകൂടിയവരാകൊണ്ട് ആയതിനാൽ ദൈവം നമ്മോട് കൂടെ വേഷത്തിൽ മനുഷ്യനായി സാധാരണ ഒരു മനുഷ്യനെ പോലെ കർത്താവായ യേശു ക്രിസ്തു 33 തിരുവയസ്സ് വരെയും തൻ്റെ ജനത്തെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ, തൻ്റെ ജനത്തെ എന്ന് പറയുമ്പോൾ യഹോവ പറയുന്ന യഹോവയുടെ ജനത്തെ, ഇസ്രയേൽ ജനത്തെ, തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട്, അപ്പോൾ തൻ്റെ ജനത്തെയാണ് സ്തോത്രം പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ അവൻ ദൈവമായവൻ ഈ ഭൂമിയിലേക്ക് വന്നു നമ്മോടുകൂടെ പാർക്കുന്നു. ഇതിനെയാണ് ദൈവം നമ്മോട് കൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവൽ. ദൈവം നമ്മോട് കൂടെ തൻ്റെ ജനത്തെ രക്ഷിക്കുവാൻ സ്തോത്രം യഹോവയായ ദൈവം തന്നെ സ്തോത്രം ഈ ഭൂമിയിൽ ഒരു മനുഷ്യനെ പോലെ വേഷത്തിൽ മനുഷ്യനായി ആ സാദൃശ്യത്തിലായി നമ്മോട് കൂടെ വസിച്ചു. അതിനെയാണ് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവൽ. അവനാരാണ്? പാപത്തിൻ്റെ വിമോചകൻ. സ്തോത്രം. അവനാരാണ്? വീണ്ടെടുപ്പുകാരൻ. അവൻ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുന്ന ദൈവമാണ്. സ്തോത്രം. അതുകൊണ്ട് യോശുവ എന്ന് പറയുന്നത് യഹോവ രക്ഷകനാകുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ യഹോവ വീണ്ടെടുപ്പുകാരനാകുന്നു എന്ന്. സ്തോത്രം. യെശയ്യാപ്രവചനം അതിൻ്റെ 63-ാം അധ്യായത്തിൻ്റെ യെശയ്യാപ്രവചനം 63-ാം അധ്യായത്തിൻ്റെ സ്തോത്രം ചില വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അത് മനസ്സിലാക്കുവാൻ കഴിയും എന്നുള്ളതാണ്. യെശയ്യാപ്രവചനം 63-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. സ്തോത്രം. നീയോ യഹോവേ, നീയല്ലോ ഞങ്ങളുടെ പിതാവ്. അബ്രഹാം ഞങ്ങളെ അറിയുന്നില്ല, ഇസ്രയേലിന് ഞങ്ങളെ തിരിയുന്നതുമില്ല. നീയോ യഹോവേ ഞങ്ങളുടെ പിതാവാകുന്നു, യുഗാരംഭം മുതൽ ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ എന്നാകുന്നു നിന്റെ നാമം. അപ്പോൾ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുന്ന വീണ്ടെടുപ്പുകാരൻ ആകുന്നു സ്തോത്രം യഹോവ. അതാണ് അവൻ്റെ നാമം. സ്തോത്രം. ആ നാമത്തിൻ്റെ അർത്ഥം എന്നതും സ്തോത്രം നമ്മളുടെ കാണുന്നു. പാപങ്ങളിൽ നിന്ന് വീണ്ടെടുക്കുന്ന, രക്ഷിക്കുന്ന സ്തോത്രം ദൈവം ഹല്ലേലൂയ ആകുന്നു യഹോവ. തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ
മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് ദൈവമെന്ന സമത്വം മുറുകെ പിടിക്കാതെ വേഷത്തിൽ മനുഷ്യനായി ഈ ഭൂമിയിൽ നമ്മോട് താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് പാപമൊഴികെ സകലത്തിലും നമ്മോട് താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് തൻ്റെ ജനത്തോടു കൂടെ യഹൂദന്മാരുടെ രാജാവായി സ്തോത്രം ഈ ഭൂമിയിൽ കൂടെ വസിച്ചത് കൊണ്ടാണ് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവൽ എന്ന് പേർ വിളിക്കപ്പെടുമെന്ന് എഴുതിയിരിക്കുന്നു. സ്തോത്രം. അതുകൊണ്ട് തൻ്റെ ജനത്തോടു കൂടെ അവൻ വസിച്ചു 33 തിരുവയസ്സ്. എന്തിനു വേണ്ടി? തൻ്റെ ജനത്തിൻ്റെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ. അവനാരാണ്? അവൻ വീണ്ടെടുപ്പുകാരനാകുന്നു. സ്തോത്രം. സ്തോത്രം. പഴയ നിയമം നാം വായിക്കുമ്പോൾ യഹോവയല്ലോ ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ എന്നാകുന്നു നിന്റെ നാമം. യഹോവേ, നീ ഞങ്ങളെ നിന്റെ വഴി വിട്ട് തെറ്റുമാറാക്കുന്നതും നിന്നെ ഭയപ്പെടാതെ വണ്ണം ഞങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കുന്നതുമെന്ത്? സ്തോത്രം. പ്രിയരെ, അതുകൊണ്ട് നമ്മളുടെ ഹൃദയങ്ങൾ കഠിനമാകാതെ ദൈവത്തെ യഥാർത്ഥമായി തിരിച്ചറിയണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ നീയല്ലോ ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ജോബിൻ്റെ പുസ്തകം അതിൻ്റെ 19 അധ്യായത്തിൻ്റെ 25 നാം വായിക്കുമ്പോൾ, ജോബിൻ്റെ പുസ്തകം അതിൻ്റെ 19 അധ്യായത്തിൻ്റെ സ്തോത്രം 5 നമ്മൾ വായിക്കുമ്പോൾ, 25 നാം വായിക്കുമ്പോൾ അവിടെ നമുക്ക് എഴുതിയിരിക്കുന്നതായി കാണാം. ഇങ്ങനെയാണ്: എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്നും അവനൊടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. ജോബിൻ്റെ കഷ്ടതയുടെ ബഹുത്വം അവൻ്റെ ജീവിതത്തെ കാർന്നു തിന്നുമ്പോൾ പ്രത്യാശ നഷ്ടപ്പെടാതെ ആ അവസ്ഥയിലും ജോബ് പറയുകയാണ്, എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നുവെന്നും അവനൊടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. സ്തോത്രം. അതുകൊണ്ട് വീണ്ടെടുപ്പുകാരൻ എന്നാകുന്നു യഹോവയുടെ നാമം. അവൻ യുഗാരംഭം മുതൽ വീണ്ടെടുക്കുന്നവനാണ്. യിരെമ്യാ പ്രവചനം അതിൻ്റെ 50-ന്റെ 4 വാക്യം നമ്മൾ വായിക്കുമ്പോൾ, യിരെമ്യാ പ്രവചനം അതിൻ്റെ 50 അധ്യായത്തിൻ്റെ സ്തോത്രം 34 വാക്യം നാം വായിക്കുമ്പോൾ ഇങ്ങനെ അവിടെ എഴുതിയിരിക്കുന്നു: എന്നാൽ അവരുടെ വീണ്ടെടുപ്പുകാരൻ ശക്തിമാൻ, സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു അവൻ്റെ നാമം. ഭൂമിക്ക് സ്വസ്ഥത വരുത്തേണ്ടതിനും ബാബേൽ നിവാസികൾക്ക് സ്വസ്ഥത വരുത്തേണ്ടതിനും അവരുടെ വ്യവഹാരം അവൻ ശ്രദ്ധയോടുകൂടെ നടത്തും. സ്തോത്രം. അപ്പോൾ ഇവിടെയും എഴുതിയിരിക്കുന്നു, യഹോവയായ കർത്താവാണ് വീണ്ടെടുപ്പുകാരൻ. സ്തോത്രം. പ്രിയരെ, വീണ്ടും നമ്മൾ യെശയ്യാ പ്രവചനം അതിൻ്റെ 41 അധ്യായത്തിൽ നമുക്ക് മറ്റൊന്ന് അവിടെയും രേഖപ്പെടുത്തിയിരിക്കുന്നു. 41 അധ്യായത്തിൻ്റെ 14 വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. സ്തോത്രം. ഇസ്രയേൽ പരീക്ഷയെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിന്റെ വീണ്ടെടുപ്പുകാരൻ ഇസ്രയേലിൻ്റെ പരിശുദ്ധൻ തന്നെ. ഇതാ, ഞാൻ നിന്നെ പുതിയതും മൂർച്ചയുള്ളതും പല്ലേറിയതുമായ മെതിവണ്ടിയാക്കി തീർത്തിരിക്കുന്നു. സ്തോത്രം. അപ്പോൾ ഇസ്രയേലിൻ്റെ വീണ്ടെടുപ്പുകാരൻ സ്തോത്രം യഹോവയെന്ന് നമുക്ക് കാണുവാൻ കഴിയും. യെശയ്യാ പ്രവചനം അതിൻ്റെ
വീണ്ടും 43 അധ്യായത്തിൻ്റെ 14 നമ്മൾ വായിക്കുമ്പോൾ, യെശയ്യാപ്രവചനം 43 അധ്യായത്തിൻ്റെ 14 വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ആരത് തടയും? നിങ്ങളുടെ വീണ്ടെടുപ്പുകാരനെയും ഇസ്രയേലിൻ്റെ പരിശുദ്ധനുമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. സ്തോത്രം. അതുകൊണ്ട് ഇസ്രയേലിൻ്റെ വീണ്ടെടുപ്പുകാരൻ, സ്തോത്രം, യഹോവയാകുന്നു. ഇവിടെ ഇസ്രയേലിൻ്റെ വീണ്ടെടുപ്പുകാരൻ യേശു ക്രിസ്തുവാകുന്നു. അവൻ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുന്നുണ്ട്. സ്തോത്രം. നഷ്ടപ്പെട്ടു പോയ ഇസ്രയേലിനെ, ദൈവസന്നിധിയിൽ നിന്നും അകന്നുപോയവരെ വീണ്ടും, സ്തോത്രം, എടുക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു, അല്ലെങ്കിൽ ദൈവം വേഷത്തിൽ മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വന്നു. അവൻ നമ്മോട് സാദൃശ്യമുള്ളവനായി നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ കർത്താവായ ദൈവത്തിൻ്റെ ആത്മാവിനാൽ മുൻ പ്രവാചകന്മാരിലൂടെ നമുക്ക് അറിയിച്ചു തന്ന സന്ദേശപ്രകാരം യേശു ക്രിസ്തു മാനവജാതിയുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ അവസാനത്തെ തുള്ളി രക്തം വരെയും കാൽവറിയിൽ നമുക്ക് യാഗമായി തീർത്ത് അവൻ്റെ രക്തം മൂലം സകല ജാതികൾക്കുമുള്ള പാപമോചനം, സ്തോത്രം, അവൻ വിളംബരം ചെയ്തു എന്നുള്ളതാണ്. സ്തോത്രം. അതുകൊണ്ട് യേശു ക്രിസ്തു വീണ്ടെടുപ്പുകാരൻ ആകുന്നു. സ്തോത്രം. നമുക്ക് ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ യേശു ക്രിസ്തു നമ്മളെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നവരാണ്. യേശുക്രിസ്തുവിനെ കൊല്ലുവാനൊരു കാരണമായുള്ള ആയുധമായി അവർ എടുത്തതും അതുതന്നെയാണ്. എന്താണ്? ദൈവത്തിന് മാത്രമേ പാപത്തിന് വിമോചനം നൽകുവാൻ കഴിയൂ എന്നിരിക്കെ ഞാൻ നിൻ്റെ പാപങ്ങളെ മോചിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവർക്കത് ഉൾക്കൊള്ളുവാൻ അവർക്ക് കഴിഞ്ഞില്ല. ആ സത്യമെന്തെന്ന് മനസ്സിലാക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. സ്തോത്രം. അതുകൊണ്ട് ഇത് രക്ഷയുടെ നാമമാണ്. പഴയ നിയമത്തിൽ രക്ഷയുടെ നാമം യഹോവ എന്ന് പറയുമ്പോൾ പുതിയ നിയമത്തിൽ അത് യേശു എന്നാകുന്നു. സ്തോത്രം. ആ നാമം, ഹല്ലേലൂയ, ആരുടെ നാമമാണ്? സ്തോത്രം. അത് യഹോവയുടെ നാമം. നിന്റെ നാമത്തിൽ അയക്കുവാൻ പോകുന്ന പരിശുദ്ധാത്മാവെന്ന കാര്യത്തിൽ, പിതാവേ, ഞാൻ നിങ്ങൾക്ക് പിന്നെയും നിന്റെ നാമത്തെ വെളിപ്പെടുത്തി. അതുകൊണ്ട് സ്തോത്രം, ഈ നാമം മൂലമാണ് പാപമോചനം ലഭിക്കുന്നത് എന്ന് പ്രവാചകന്മാർ, എല്ലാ പ്രവാചകന്മാരും പറഞ്ഞിരിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ ആത്മാവിൽ, സ്തോത്രം, സംസാരിച്ച അപ്പോസ്തലന്മാർ അത് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 10 അധ്യായത്തിൻ്റെ 43 വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവൻ്റെ നാമം മൂലം പാപമോചനം ലഭിക്കും എന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. കർത്താവായ ദൈവത്തിൻ്റെ ആത്മാവിൽ പ്രവാചകന്മാർക്ക്, സ്തോത്രം, ലഭിക്കപ്പെട്ട അരുളപ്പാടുകൾ എല്ലാ പ്രവാചകന്മാർക്കും യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അരുളപ്പാട് ലഭിച്ചപ്പോൾ അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവൻ്റെ നാമം മൂലം പാപമോചനം ലഭിക്കുമെന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം. സ്തോത്രം. അവൻ്റെ നാമം മൂലം പാപമോചനം ലഭിക്കും. അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ നാമം എന്നത് പാപങ്ങളുടെ മോചനത്തിൻ്റെ നാമമാണ്. സ്തോത്രം. അവൻ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് അവൻ യേശുവെന്ന് പേർ ഇടയണം. സ്തോത്രം. ഈ നാമം
ഹല്ലേലൂയ. പാപവിമോചകൻ്റെ വിമോചനത്തിനുള്ള നാമമാണ് അത്. ദൈവത്തിൻ്റെ ഹല്ലേലൂയ ദാസന്മാരിലൂടെ കർത്താവിൻ്റെ ആത്മാവിൽ നൽകപ്പെട്ടിരിക്കുന്ന സ്തോത്രം തിരുവെഴുത്തുകളുടെ ആകത്തുകയാണ്. സ്തോത്രം. എല്ലാ പ്രവാചകന്മാരും അതിന് എന്ത് ചെയ്യുന്നു? സാക്ഷ്യം പറയുന്നു എന്നുള്ളത്. സ്തോത്രം. ലൂക്കോസ് സുവിശേഷം അതിൻ്റെ 24-ാം അധ്യായത്തിൻ്റെ സ്തോത്രം 47 നമ്മൾ വായിക്കുമ്പോൾ, സ്തോത്രം, ലൂക്കോസ് സുവിശേഷം അതിൻ്റെ 24-ാം അധ്യായത്തിൻ്റെ 47 നമ്മൾ വായിക്കുമ്പോൾ അവിടെയും ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നതായി കാണാം. അത് ഇങ്ങനെയാണ്. സ്തോത്രം. എന്താണ്? അവൻ്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരൂശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണം. അതുകൊണ്ടാണ് സ്തോത്രം, അതുകൊണ്ടാണ് ദൈവത്താൽ സ്തോത്രം തിരുവെഴുത്തുകളാൽ ദൈവം മുന്നമേ പ്രവാചകന്മാരിലൂടെ അറിയിക്കപ്പെട്ട ദൈവത്തിൻ്റെ ആലോചനയാണ്. അവൻ വീണ്ടെടുക്കുന്നവനാണ്, പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ ഇരിക്കൊണ്ട് സ്തോത്രം അവൻ യേശുവെന്ന് പേർ വിളിക്കും. അവൻ്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരൂശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണം. അവൻ്റെ നാമം മൂലം പാപമോചനം ലഭിക്കുമെന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി അതുകൊണ്ടാണ് 2:38 നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. ദൈവത്തിൻ്റെ തിരുവെഴുത്തുകളുടെ സ്തോത്രം ആ തിരുവെഴുത്തിന് അടിസ്ഥാനമായി ആ അതിർ കടന്നു പോകാതെ തന്നെ എന്ത് ചെയ്യണം? സ്തോത്രം. ആ വ്യവസ്ഥയ്ക്കനുസരിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാതെ സ്തോത്രം അത് സ്തോത്രം സ്വീകരിച്ച് അംഗീകരിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഭയത്തോടെ നിൽക്കണം. അതുകൊണ്ട് ഈ നാമം എന്താണ്? സ്തോത്രം, ഇത് രക്ഷയുടെ വീണ്ടെടുപ്പിൻ്റെ നാമമാകുന്നു. സ്തോത്രം. ഫിലിപ്പിയ ലേഖനം നാം 2-ാം അധ്യായത്തിൻ്റെ 10 മുതൽ വായിക്കുമ്പോൾ ഈ നാമം സ്തോത്രം സകലത്തിലും മേലായ നാമമാണ്. സ്തോത്രം. സ്തോത്രം. ഈ നാമം സക്രിയ പ്രവചനത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അന്നാളിൽ അവൻ്റെ സ്തോത്രം നാമമേകവും സ്തോത്രം അവൻ ഏകനും ആയിരിക്കും. യഹോവ സർവഭൂമിക്കും രാജാവാകും. അന്നാളിൽ യഹോവ ഏകനും അവൻ്റെ നാമം ഏകവും ആയിരിക്കും. സക്രിയ പ്രവചനം 14-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ അതുകൊണ്ടാണ് തിരുവചനത്തിൽ പറഞ്ഞ നിങ്ങൾ ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് ഉൽപ്പത്തി മുതൽ ദൈവത്തിൻ്റെ ആലോചന നൽകി സ്തോത്രം സ്ത്രീയുടെ സന്തതിയായി അവൻ രാജാവായി സങ്കീർത്തനം ഇങ്ങനെ തുടങ്ങി യേശു ക്രിസ്തുവിനെ കുറിച്ച് ദാസനായി അങ്ങനെ വിവിധ തരത്തിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതിൽ നിന്ന് ഈ ആദ്യവചനം പൂർണ്ണതയിലേക്ക് നയിക്കപ്പെടുവാൻ നമുക്ക് സ്തോത്രം തിരുവെഴുത്തുകളെ പരിശോധിച്ചതിൻ്റെ പ്രവചന നിവൃത്തിയെ മനസ്സിലാക്കി ദൈവത്തെ ആരാധിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുക. സ്തോത്രം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് യഹോവ സർവഭൂമിക്കും രാജാവാകും. അന്നാളിൽ യഹോവ ഏകനും അവൻ്റെ നാമം ഏകവുമായിരിക്കും. സ്തോത്രം. ഇന്ന് നാം അതുകൊണ്ട് സ്തോത്രം ഒരാൾക്ക് 2-3 പേരുകൾ കാണാം. 3 പേരുള്ള വ്യക്തികൾ തിരുവചനത്തിലുണ്ട്. എന്നാൽ അവർ വ്യക്തികളായിരുന്നില്ല. അതുകൊണ്ട്
ദൈവത്തിന് വിവിധമായ നിലയിൽ വ്യത്യസ്തമായ സംഘടിത നാമങ്ങളുണ്ട്. എന്നാൽ സ്തോത്രം, യഹോവയ്ക്ക് അല്ലെങ്കിൽ ദൈവത്തിന് സ്തോത്രം പുതിയതും പഴയതുമായ സ്തോത്രം നിയമത്തിൽ രണ്ട് നാമം സ്ഥിരപ്പെട്ട് കാണുന്നു. ഒന്ന്, പഴയ നിയമം യഹോവ എന്ന നാമത്തിൽ വെളിപ്പെടുന്നു. വിശദമായി നമുക്ക് സംസാരിക്കേണ്ടതാണ്. പുറപ്പാട് പുസ്തകം നമുക്ക് സ്തോത്രം 3 മുതൽ 5, 6 അധ്യായങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയും. പിതാവായ അല്ലെങ്കിൽ ദൈവം അവർക്ക് പണ്ട് സ്തോത്രം യഹോവ എന്ന നാമത്തിൽ വെളിപ്പെട്ടിരുന്നില്ല. സ്തോത്രം, പേര് ചോദിക്കുമ്പോൾ എന്താണ് പറയേണ്ടതെന്ന് മോശയോട് ചോദിക്കും. ഞാനാകുന്നു അല്ലെങ്കിൽ യഹോവ എന്നാകുന്നു അവൻ്റെ നാമം. പഴയ നിയമത്തിൽ മുഴുവൻ നാം യഹോവ എന്ന് കാണും. അവൻ ആ നാമത്തിൻ്റെ അർത്ഥം പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നവൻ എന്നാകുന്നു. സ്തോത്രം, യഹോവ രക്ഷകനാകുന്നു. സ്തോത്രം, യഹോവ വീണ്ടെടുക്കുന്നവനാകുന്നു. പുറപ്പെട്ട പുസ്തകത്തിൽ നമുക്ക് കാണാം, ദിനവൃത്താന്ത പുസ്തകങ്ങളിൽ കാണാം. അതുകൊണ്ട് യഹോവ എന്ന ദൈവത്തിൻ്റെ നാമത്തിന് സ്തോത്രം വീണ്ടെടുപ്പുകാരൻ എന്നും രക്ഷകനെന്നൊക്കെയും നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് ഇത് മേലായ എല്ലാത്തിനും മേലായ നാമമാണ്. സ്തോത്രം, വിഷയപ്രവചനം 43 അധ്യായത്തിൻ്റെ 10 നമുക്ക് കാണുവാൻ കഴിയുന്നത് അവൻ സ്തോത്രം രക്ഷിതാവ് ആകുന്നു എന്നുള്ളതാണ്. സ്തോത്രം, യെശയ്യാവ് 43:10 നാം വായിക്കുമ്പോൾ, നിങ്ങൾ അറിഞ്ഞെന്നെ വിശ്വസിക്കുകയും ഞാനാകുന്നു എന്ന് ഗ്രഹിക്കുകയും ചെയ്യേണ്ടതിന് നിങ്ങൾ എൻ്റെ സാക്ഷികളും ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എൻ്റെ ദാസനും ആകുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. എനിക്ക് മുൻപേ ഒരു ദൈവം ഉണ്ടായിട്ടില്ല, എൻ്റെ ശേഷം ഉണ്ടാകുകയുമില്ല. ഞാൻ തന്നെ യഹോവ, ഞാനല്ലാതെ ഒരു രക്ഷിതാവും ഇല്ലല്ലോ. അപ്പോൾ യഹോവയായ ദൈവമാണ് രക്ഷിതാവ്. യെശയ്യാ പ്രവചനം അതിൻ്റെ 43 അധ്യായത്തിൻ്റെ 10 നാം വായിക്കുന്നു. സ്തോത്രം, അതുകൊണ്ട് ഹല്ലേലൂയ, സ്തോത്രം, എനിക്ക് മുൻപേ ഒരു ദൈവവും ഉണ്ടായിട്ടില്ല, എൻ്റെ ശേഷവും ഉണ്ടാകയില്ല. ഞാൻ തന്നെ യഹോവ, ഞാനല്ലാതെ ഒരു രക്ഷിതാവുമില്ല. ഇവിടെ പറയുന്നു, തൻ്റെ ജനത്തെ രക്ഷിക്കുവാൻ, തൻ്റെ ജനത്തെ രക്ഷിക്കുവാൻ ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവലായി, സ്തോത്ര ഇമ്മാനുവൽ, പാവ വിമോചകൻ ആയി യേശു എന്ന നാമത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. സ്തോത്രം, അന്നാളിൽ അവൻ്റെ നാമം ഏകമായിരിക്കും. പുതിയ നിയമത്തിൽ സ്തോത്രം യേശുവെന്ന് കാണുന്നു. സ്തോത്രം, അതുകൊണ്ട് അതിൻ്റെ അർത്ഥം എന്തു തന്നെയാണ്? യെശയ്യാപ്രവചനം 43 അധ്യായത്തിൻ്റെ 10 പറഞ്ഞതിന് സമമായി പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുന്ന രക്ഷിതാവ് കർത്താവായ യേശു ക്രിസ്തു. സ്തോത്രം, അതെല്ലാറ്റിനും മേലായ നാമം മനുഷ്യരുടെ ഇടയിൽ ഭൂമിയിൽ നൽകപ്പെട്ടിട്ടുള്ള, സ്തോത്രകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട സ്തോത്ര രക്ഷയുടെ നാമമാണ് യേശു എന്നത്. സ്തോത്രം, അതുകൊണ്ട് സ്തോത്രം, ആ നാമം എല്ലാറ്റിലും മേലായ നാമമാണ്. അത് യഹോവയുടെ നാമം തന്നെയാണ്. സ്തോത്രം, ഒരു മനുഷ്യന് 1, 2, 3 പേരുള്ളത് കൊണ്ട് അവൻ 3 വ്യക്തികളായി രൂപാന്തരപ്പെടുന്നില്ല. അതുകൊണ്ട് ദൈവമോ ഒരുവൻ മാത്രം. സ്തോത്രം,
രണ്ടാമത് യേശുക്രിസ്തു യോഹന്നാൻ സുവിശേഷത്തിൽ പറഞ്ഞു, ഞാനും പിതാവും ഒന്നാകുന്നു. എന്നെ കണ്ടവർ പിതാവിനെ കണ്ടിരിക്കുന്നു. 14 അധ്യായത്തിൻ്റെ 11 ഞാൻ പിതാവിലും പിതാവ് എന്നിലുമെന്ന് എന്നെ വിശ്വസിപ്പിൻ, അല്ലെങ്കിൽ പ്രവൃത്തി നിമിത്തം വിശ്വസിപ്പിൻ. അതുകൊണ്ട് സ്തോത്രം, യോഹന്നാന്റെ സുവിശേഷത്തിൽ 14 അധ്യായത്തിൽ പറയുകയാണ്, ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണ്. സ്തോത്രം, എന്നിൽ വിശ്വസിപ്പിൻ, അല്ലെങ്കിൽ എൻ്റെ പ്രവൃത്തി നിമിത്തം വിശ്വസിപ്പിൻ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെയും യഹോവയുടെയും പ്രവൃത്തികളെ നമുക്ക് മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഹല്ലേലൂയ, ഏകസത്യ ദൈവമാരാകുന്നു എന്ന്, അവൻ സത്യദൈവമാരാകുന്നു എന്ന് നമുക്ക് മനസ്സിലാകും. ഇത് മനസ്സിലാകുന്നതിനൊരു കാലമുണ്ട് എന്നാണ് കർത്താവ് പറഞ്ഞത്. എന്നാണത് മനസ്സിലാകുന്നത്? സ്തോത്രം, സ്തോത്രം. അതാണ് ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ യോഹന്നാന്റെ സുവിശേഷം 8 അധ്യായത്തിൻ്റെ സ്തോത്രം 26 മുതലൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമുക്കത് രേഖപ്പെടുത്തിയിരിക്കുന്നതായി കാണുവാൻ കഴിയും. സ്തോത്രം, ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. സ്തോത്രം, പിതാവിനെ കുറിച്ചാകുന്നു അവർ തങ്ങളോട് പറഞ്ഞത് എന്ന് അവർ ഗ്രഹിച്ചില്ല. ആകയാൽ യേശു, നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തിയ ശേഷം ഞാൻ തന്നെ അവനെന്നും ഞാൻ സ്വയമായിട്ടൊന്നും ചെയ്യാതെ പിതാവ് എനിക്ക് ഉപദേശിച്ചു തന്നതുപോലെ ഇത് സംസാരിച്ചിരിക്കുന്നു എന്നും അറിയും. സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണ അടക്ക ഉയർപ്പിനു ശേഷം ഈ സത്യം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങളെ ഈ സത്യത്തിലേക്ക് വഴി നടത്തുമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് യഹോവ തന്നെയാകുന്നു യേശു. വെളിപ്പാട് പുസ്തകം അതിൻ്റെ 14 അധ്യായം നമ്മൾ 1 മുതൽ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയും. വെളിപ്പാട് പുസ്തകം അതിൻ്റെ 14 അധ്യായത്തിൻ്റെ 1 മുതൽ വായിക്കുമ്പോൾ ഇവിടെ കാണാം. പിന്നെ ഞാൻ സിയോൻ മലയിൽ കുഞ്ഞാടും അവനോടുകൂടെ നെറ്റിയിൽ അവൻ്റെ നാമവും പിതാവിൻ്റെ നാമവും എഴുതിയിരിക്കുന്ന 144,000 പേര് നിൽക്കുന്നത് കണ്ടു. പ്രിയരെ, അവന് രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു. അവന് ദൈവവചനമെന്ന പേര്. സ്തോത്രം. 19 അധ്യായത്തിലേക്ക് നമുക്കത് കാണുവാൻ കഴിയും. സ്തോത്രം. അവൻ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു. അവന് ദൈവവചനമെന്ന പേർ. സ്തോത്രം, സ്തോത്രം. ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്ന 19 അധ്യായത്തിൻ്റെ 12 മുതൽ നാം വായിക്കുമ്പോൾ. സ്തോത്രം. അതിൻ്റെ 11 മുതൽ അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി. അതിന്മേലിരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്ന പേർ. അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു. അവൻ്റെ കണ്ണഗ്നിജ്വാല, തലയിൽ അനേകം രാജമുടികൾ, എഴുതപ്പെട്ട ഒരു നാമവും അവനുണ്ട്. അതവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ. അവൻ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു. അവന് ദൈവവചനമെന്ന് പേർ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ദൈവമെന്ന സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കട്ടെ. വേഷത്തിൽ മനുഷ്യനായി മക്കളോട് താതാത്മ്യം പ്രാപിച്ചു. അവൻ്റെ നാമം ഹല്ലേലൂയ, സ്തോത്രം. പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് യേശുവെന്നു. ആ യേശുവെന്ന നാമം, സ്തോത്രം, ഒന്നായിത്തീരുന്ന ഒരു സുദിനം വരും. അന്ന് നാം മനസ്സിലാകാത്തവർക്ക് മനസ്സിലാകും. ഈ നാമത്തിൽ പ്രത്യക്ഷപ്പെട്ടത്, വെളിപ്പെട്ടത് കർത്താവായ ദൈവം തന്നെയാകുന്നു എന്ന്.
സ്തോത്രം. ഈ നാമത്തെ അറിഞ്ഞ് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റ് സ്തോത്രം നിത്യത പ്രാപിപ്പാൻ ദൈവം സഹായിക്കട്ടെ. തുടർന്നും സുവിശേഷം എന്ന പരമ്പരയിൽ നമുക്ക് അവൻ്റെ നാമം എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കി തുടർന്നും ചിന്തിക്കാം. പറഞ്ഞു വന്നത് കർത്താവായ ദൈവം സ്തോത്രം ഒന്നാമത്തെ നാമം നീക്കി രണ്ടാമത്തെ നിയമം സ്ഥാപിക്കുമ്പോൾ സ്തോത്രം എല്ലാ ജാതികളിലും നിന്നും രക്ഷയ്ക്ക് വേണ്ടി ദൈവം പ്രഖ്യാപിച്ച നാമം യേശു എന്നാകുന്നു. ആ നാമം യഹോവയുടെ നാമം തന്നെ. അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു. അതുകൊണ്ട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്നതാണ് ലഭിക്കും. ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിലെ ദൂതന്മാരാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടു. വചനത്തിലൊന്നും കൂട്ടുകയും കുറയ്ക്കുകയും അരുത്. ഏറെ ലോകത്ത് ജ്ഞാനികളില്ല, നമുക്ക് തോന്നും ജ്ഞാനികൾ പലരുമുണ്ട്. സ്തോത്രം. സത്യവചനത്തെ യഥാർത്ഥമായി അറിഞ്ഞു നിലനിൽക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. സ്തോത്രം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. സ്തോത്രം.